പ്രബുദ്ധരായ വോട്ടർമാരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. പിന്നെ എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, നമ്മുടെ ഈ ശുക്കൂർക്കാക്ക് എന്തിന്റെ കേടാ? ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കി. SIR പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല, ഞാൻ അനുഭവസ്ഥനുമാണ്. അതായത് BLA കൊണ്ടുവരുന്ന വോട്ടർ പട്ടിക 2002 എന്നവർ പറയുന്നു. 2002 വോട്ടർ പട്ടിക യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക വന്നാൽ ഒരു പ്രശ്നമില്ല, അതിൽ വോട്ടുള്ളവരുടെ എല്ലാം വീണ്ടും ഉൾപ്പെടുത്താം. 2025 വോട്ടർ പട്ടികയുടെ ഓരോ ഷീറ്റ് വിത്ത് ഫോട്ടോ കൂടെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2002 നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് അത് കഴിഞ്ഞ് 2025 ഉള്ളിൽ ചേർത്തിട്ടുള്ള 2002 ശേഷമുള്ള വോട്ടർമാരെ അവരാണ് പുതുതായി ചേർക്കേണ്ടവർ. പക്ഷെ 2002 വോട്ട് ചെയ്ത ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട്ടിലെ 4 വോട്ടുകൾ ഇല്ലാതായിരിക്കുക. ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റിൽ കാണുന്നില്ല. ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ SIR വേണ്ടി കൊണ്ടുവരുന്നത് അത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടികയല്ല. ഇത് നിങ്ങൾ കേട്ടല്ലോ. അതിൽ ശുക്കൂർക്കയുടെ പേരില്ല എന്നാണ് ശുക്കൂർക്ക ഒരു പരാതിയായിട്ട് പറയണം. എൻ്റെ പൊന്നു ശുക്കൂർക്ക, ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിക തയ്യാറാക്കുമ്പോൾ അത് കുറച്ചൊക്കെ വിട്ടുപോയി എന്ന് വരും. ഇപ്പൊ ശുക്കൂർക്കയുടെ പേരില്ലെങ്കിൽ ഞാൻ ആ പട്ടിക എടുത്തു നോക്കി. അതിൽ ജബ്ബാർക്കയുടെ പേരുണ്ട്, അതില് മക്കാർക്കയുടെ പേരുണ്ട്, അതിൽ അബ്ദുക്കാരന്റെ പേരുണ്ട്, അർമാന്റെ പേരുണ്ട്, എല്ലാവരുടെയും പേരുണ്ട്. അതിലിപ്പോ ശുക്കൂർക്കയുടെ പേരില്ലാത്തത് മാത്രം വലിയൊരു പ്രശ്നമായിട്ട് ശുക്കൂർക്ക പറയണ എന്തിനാ? നമ്മുടെ ഒരു സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് വളരെ ചെലവൊക്കെ നടത്തി വളരെ ഊർജിതമായിട്ടൊരു പദ്ധതി വളരെ ത്വരിതഗതിയിൽ വളരെ അടിയന്തിരമായിട്ട് വളരെ പ്രത്യേകമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണത ശരിയാണ്. ഇതിനല്ലേ ദോഷൈക ദൃക്കുകൾ എന്നൊക്കെ പറയാം. എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ വേണ്ടി നാവ് പൊങ്ങൂല മനുഷ്യന്മാരുടെ. ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാതെ വളരെ സന്തോഷത്തോടു കൂടി തുറന്ന മനസ്സോടുകൂടി മുൻവിധികൾ മാറ്റിവെച്ച്, മനസ്സിലായില്ലേ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് ഇലക്ഷനുകളെ കുറിച്ച് പറയാറുള്ളത്. ആ ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളെയും ആ തരത്തിലുള്ള ഒരു ആഹ്ലാദാതിരേകത്തോടെ ഒരു ഉല്ലാസത്തോടെ കുശുമ്പും കുനുട്ടും ഒക്കെ മാറ്റിവെച്ച് അതിലങ്ങ് പങ്കാളികളാവുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ ശില്പികൾ വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനോടൊപ്പം അങ്ങ് നിന്നു കൊടുക്കുക. വേറെ ഒന്നും ശുക്കൂർക്ക അറിയണ്ട, ബേജാറൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഒക്കെ ശരിയായിക്കോളും. എല്ലാം നല്ലതിനാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളൂ.